നമ്മളിന്ന് FM-ൻ്റെ 6 ചാപ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 7ാമത്തെ ചാപ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 7 ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. നമ്മൾ 3 മോഡും സെലക്ട് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കൺസിഡറിങ് ദ payback period for 3 projects, Sun Corporation gathered the following data about cash flows. എങ്ങനെയാണ് പേബാക്ക് പീരീഡാണ് ഇത് ചോദിക്കുന്നത്. പേബാക്ക് പീരീഡ് എന്താ പേബാക്ക് പീരീഡിൽ പറയണേ? പേബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നമ്മുടെ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിച്ചു. നമ്മൾ ഈ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര നാൾ കൊണ്ടാണ് നമുക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ എത്ര നാൾ കൊണ്ടെന്നല്ല, എത്ര എമൗണ്ട് തിരിച്ചു വരുന്നു, അതിന് എത്ര എമൗണ്ട് തിരിച്ചു വരുന്ന ഔട്ട്ഫ്ലോ ആവുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ ഇൻഫ്ലോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഇൻഫ്ലോ ആവുന്ന എമൗണ്ട് എത്രത്തോളം കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ NPV പറയുന്നത്. അത് ഡിസ്കൗണ്ട് ചെയ്യുന്നതാണ് NPV പറയുന്നത്. ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ഇൻഫ്ലോ ആണ് NPV പറയണത്. ഔട്ട്ഫ്ലോ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് തന്നെ കുറച്ച് കാണിക്കും, പിന്നെ ബാക്കിയുള്ള ഇൻഫ്ലോ ഡിസ്കൗണ്ടഡ് കൂട്ടി കാണിക്കും. ഇത് എത്ര നാൾ കൊണ്ടാണ് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് പേബാക്ക് പീരീഡ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടഡ് പേബാക്ക് പീരീഡ് പറയും, അല്ലെങ്കിൽ വെറും പേബാക്ക് പീരീഡ് പറയും. അങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇതിലിപ്പോൾ 20,000 ആണ് അവരുടെ ആദ്യം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതിലിവരൊരു ഡിസ്കൗണ്ട് റേറ്റ് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ വെറും പേബാക്ക് പീരീഡാണ്. 20,000 എത്ര വർഷം കൊണ്ടാണ് തിരിച്ചു വരുന്നത്? 6,000 × 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 24,000. അപ്പോൾ 4ാമത്തെ വർഷം, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5 4ാമത്തെ വർഷത്തിലാണ് നമുക്ക് എന്ത് വരണേ? ഈ 20,000 രൂപ തിരിച്ച് കിട്ടണേ. വൈൻ്റെ എങ്ങനെയാണ്? വൈ 50,000 രൂപയുള്ളൂ. 30 ആകുമ്പോൾ 2ാമത്തെ വർഷം തന്നെ, അതായത് ഇയർ 3 എന്ന് പറയുന്നതാണ് ഇൻഫ്ലോൻ്റെ 2ാമത്തെ വർഷം. അതാണ് പറയുന്നത്. അത് 2ാമത്തെ വർഷം തന്നെ നമുക്ക് ഫുൾ എമൗണ്ട് തിരിച്ച് കിട്ടുന്നുണ്ട്. പ്രൊജക്റ്റ് സെഡിൻ്റെ കാര്യം എടുത്താലോ, അതിലും 2ാമത്തെ വർഷം തന്നെ 20,000 തിരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ വൈയും സെഡും ആണ് ഇയർ 3 തന്നെ തിരിച്ച് വരുന്നത്. എക്സ് ഇയർ 5 വരുന്നത്, അതായത് 4ാമത്തെ വർഷം അതാണ് വരുന്നത്. അപ്പോൾ വൈയും സെഡും ആണ് പേബാക്ക് പീരീഡ് അനുസരിച്ചിട്ട് ഏറ്റവും നേരത്തെ വരുന്നത്. അപ്പോൾ ഇതിൽ പ്രൊജക്റ്റ് വൈ ആൻഡ് സെഡ് കൊടുക്കാം. നെക്സ്റ്റ്, വിത്ത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് of 1 lakh and yearly cash inflows of 27,000 for 5, the NPV of the project with cost of capital of 10% shall be approximately. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 1 ഡിവൈഡഡ് ബൈ 1.1 ആണ് ഒരു വർഷത്തേക്ക് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്നത്, 0.909. അതുപോലെ നമ്മൾ ആനുവിറ്റി ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 വർഷമുള്ള 1, 2, 3, 4, 5 എന്നിട്ട് ഗ്രാൻഡ് ടോട്ടൽ കൊടുത്തു 3.791 കിട്ടി. അതുകൊണ്ട് എന്തിന് മൾട്ടിപ്ലൈ ചെയ്യണം? 27,000 മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് എത്ര കിട്ടി? 1,02,351 കിട്ടി. അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ഇനീഷ്യൽ ഔട്ട്ഫ്ലോ ആയിട്ടുള്ള 1,00,000 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര വന്നു? 2,351 വന്നു. അത് പോസിറ്റീവാണ്. അപ്പോൾ 57 ആണ് ഏറ്റവും അടുത്തുള്ള നമ്പർ, അപ്പോൾ അത് കൊടുത്തു. നെക്സ്റ്റ്, എ പ്രൊജക്ട് ഹൂസ് യൂസ്ഫുൾ ലൈഫ് ഓഫ് 4 years ഹാസ് IRR of 15% and will save a cost of 1,60,000 annually. What is the project cost? That is initial investment. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു എത്ര IRR പറഞ്ഞിട്ടുള്ളത്? 15% ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ 15%-ൽ അതിന് ഡിസ്കൗണ്ട് ചെയ്യാം. 1 ഡിവൈഡ് ബൈ 1.15 1 എത്ര വർഷമാണ് പറഞ്ഞിട്ടുള്ളത്? 4 years പറഞ്ഞിട്ടുള്ളത്. 2, 3, 4 ഗ്രാൻഡ് ടോട്ടൽ കൊടുത്തു 2.8549 ആണ് വരുന്നത്. അത് എത്രയാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട്? 1,60,000 അല്ലേ? 1,60,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4,56,797 കിട്ടി. അതായത് 4,56,800 പോലെ. അതുതന്നെയല്ലേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരെ. കാരണം IRR എന്ന് പറയുന്ന എമൗണ്ടിലാണ് നമ്മുടെ NPV 0 ആവുക. NPV 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് തിരിച്ച് കിട്ടുന്ന എമൗണ്ടും സെയിം ആയിട്ട് വരും. അപ്പോൾ നമുക്ക് 4,56,796 എന്നുള്ളതിൻ്റെ 4,56,800 എടുത്തു. In which of the following events would decrease the internal rate of return of a proposed asset purchase? Internal rate of return എപ്പോഴാണ് കുറയുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഡിക്രീസ് റിലേറ്റഡ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, ഷോർട്ടൻ ദ പേ ബാക്ക് പീരീഡ്, ഡിക്രീസ് ടാക്സ് ക്രെഡിറ്റ്സ് ഓൺ അസറ്റ്, യൂസ് ആക്സിലറേറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ. ഇതിലെന്താ പറയണത്? ഏത് സാഹചര്യത്തിലാണ് IRR കൂടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കൂടുന്നത് എപ്പോഴാണ്? ഡിക്രീസ് ടാക്സ് റേറ്റ്സ് ക്രെഡിറ്റ്സ് ഓൺ ദ അസറ്റ് അല്ലേ? ഡിക്രീസ്, ഒരു സെക്കൻഡ് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഹലോ,
ഡിക്രീസ് ടാക്സ് ക്രെഡിറ്റ് ഓൺ ദ അസറ്റ് എന്നുള്ള പോയിന്റിലാണ് വരിക. കാരണം ഡിക്രീസ് ഇതിപ്പോൾ നമ്മൾ GST അല്ലെങ്കിൽ കസ്റ്റംസ് ബുക്കിലുള്ള പോലെയുള്ള നമ്മുടെ ഇനീഷ്യലി മേടിക്കുന്ന സമയത്തുള്ള ടാക്സിനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണ്, അപ്പോൾ നമ്മളതിൻ്റെ ടാക്സ് ക്രെഡിറ്റ് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഒരു 1,00,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു 10%, 12% GST ആണെങ്കിൽ 12,000 രൂപയും കൂടി നമ്മൾ GST വരും. അപ്പോൾ ആ GSTയും കൂടി നമുക്ക് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് 1,00,000 മാത്രമാണ് ഔട്ട് ഫ്ലോ ഉള്ളതെന്നുള്ളതുപോലെ പറയായിരുന്നു. പക്ഷേ ടാക്സ് ക്രെഡിറ്റ് കിട്ടണില്ലെങ്കിലോ 1,12,000 രൂപയായിരിക്കും ടാക്സ് ക്രെഡിറ്റ് ഈ ഔട്ട് ഫ്ലോ വരാം. അപ്പോൾ നമ്മുടെ എന്ത് കൂടും, നമ്മളുടെ തുടക്കത്തിലുള്ള ഔട്ട് ഫ്ലോ കൂടും. അപ്പോൾ ആ ഔട്ട് ഫ്ലോനെ തിരിച്ച് കിട്ടാനുള്ള ഇൻഫ്ലോ കിട്ടാനും കൂടുതൽ പീരീഡ് എടുക്കും. വെച്ചാൽ ദ ഫോളോയിങ് ഇവൻസ് വുഡ് ഡിക്രീസ് ദ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ പ്രപ്പോസ്ഡ് അസറ്റ് പർച്ചേസ്. അപ്പോൾ ആ സാധനം നമുക്ക് തിരിച്ച് കിട്ടാനുള്ള പീരീഡ് അങ്ങനെ കൂടുമ്പോൾ അത് എന്ത് ചെയ്യും, ഇതിനെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിനെ കുറച്ച് കാണിക്കുകയല്ലേ ചെയ്യണേ. അത് ഇക്വാലൻ്റ് അല്ലേ, അങ്ങനെ കൊടുത്തു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദ സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ്. ഏതാണ് ഇതിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സിൻ്റെ ഒരു കാര്യമായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. കൺട്രോളിങ് സെല്ലിംഗ് എക്സ്പെൻസസ്, ഡിറ്റർമൈനിങ് ഓഫ് പ്രൈസ്, ഡിസൈഡിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ, എസ്റ്റിമേഷൻ ഓഫ് പ്രൊജക്റ്റ് ക്യാഷ് ഫ്ലോസ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സിൻ്റെ ഇതാണ് ചോദിക്കുന്നത്. എസ്റ്റിമേഷൻ ഓഫ് പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോസ് നമ്മൾ ഇതിൽ വേണ്ടി ചെയ്യുന്ന കാര്യമല്ലേ. ബാക്കിയുള്ളതൊക്കെ എന്താ, ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ്, കൺട്രോളിങ് സെല്ലിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറൊക്കെ വേറെ പാഠങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പാഠത്തിൽ പറയുന്നത് ഏതാ, ഓരോരോ വർഷം നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോൻ്റെ കാര്യം പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്നുള്ള പാഠത്തിലാണ്. അപ്പോൾ അത് നമ്മൾ കൊടുത്തു. ഇനി വിത്ത് ലിമിറ്റഡ് ക്യാപിറ്റൽ ആൻഡ് നമ്പർ ഓഫ് അവൈലബിൾ പ്രൊജക്ട്സ് വൺ ഷുഡ് സെലക്ട് പ്രൊജക്റ്റ് വിത്ത്. നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒന്നിലും കൂടുതലാണെങ്കിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതല്ല IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലെസ് ആണെങ്കിൽ നമുക്ക് നഷ്ടമാണ്, IRR കൂടാണ് വേണ്ടത്. അപ്പോൾ അതുമല്ല ലോവസ്റ്റ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അത് ഒരിക്കലും അല്ല. കാരണം എന്താ, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഏറ്റവും കുറവുള്ളതാണോ നല്ലത്, അല്ല ഏറ്റവും കൂടുതലുള്ളതാണോ നല്ലത്. ഹയസ്റ്റ് NPV, ഏറ്റവും കൂടുതൽ NPV ഉള്ളതല്ലേ ഏറ്റവും നല്ല പ്രൊജക്റ്റ് ആണ്. ഇനി ഭാസ്കർ ലിമിറ്റഡ് എസ്റ്റിമേറ്റഡ് ദാറ്റ് എ പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റ് 8 years നെറ്റ് ക്യാഷ് ഫ്ലോ വിൽ ബി 4,000 per year for 1 to 8 with an additional terminal benefit of 8,000 at the end of the 8th year. Assuming that these cash flows satisfy exactly the required return of 8%, the project's initial cash outflow is closest to which of the following possible answers. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, 8% ഇവരുടെ എന്ത് വരണേ, റേറ്റ് വരണേ. ആ 8% പിന്നെ അടുത്ത കാര്യം ഇവർ പറയുന്നത് എന്താ, 4,000 വെച്ചിട്ട് 1 to 8 year കിട്ടും. 4,000 വെച്ച് 8% വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ 1 / 1.08, 1 2 3 4 5 6 7 8. അപ്പോൾ അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ആനുവിറ്റി ഫാക്ടർ കിട്ടി 4.821 എന്നുള്ളത്. അതിന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 4,000 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി, 19,282 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ലാസ്റ്റ് വർഷം നമുക്ക് 8,000 രൂപ ടെർമിനൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 8,000 രൂപ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത് 8% ഇട്ടിട്ട്. അപ്പോൾ 8ാമത്തെ വർഷത്തിൻ്റെയാണ് നമ്മൾ നോക്കേണ്ടത്. 8ാമത്തെ വർഷത്തിൻ്റെ ഫാക്ടർ എത്രയായിരുന്നു, 1 2 3 4 5 6 7 8 0.5402 എന്നുള്ള ഫാക്ടറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, 8,000 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരുന്നു, 4,322 വന്നു. അപ്പോൾ അതും കൂടി നമ്മൾ നേരത്തെ മെമ്മറിയിൽ സേവ് വെച്ചിട്ടുള്ള അതിന് കൂടി കിട്ടിയപ്പോൾ 23,605 എന്നുള്ളൊരു ആൻസർ കിട്ടി. അങ്ങനെ ഒരു ആൻസർ ഇതിൽ ഇല്ല. അപ്പോൾ ഏറ്റവും അടുത്തുള്ള ഫിഗർ ഇടാം. അവർ 23,605 25,149 ആയിരിക്കണം. തെറ്റിയിട്ടുണ്ടോ, 4,000 per additional terminal benefit of 8,000 at the end of the 8th year. 0.8 ഇല്ല ചെയ്തേ. 1 2 3 4 5 6 7 8. എന്നിട്ട് ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8. 22,986 ആദ്യത്തെ നമ്പറും 0.8 1 2 3 4 5 6 7 8 ഇൻറ്റു എത്രയാണ് ലാസ്റ്റ് വർഷം പറഞ്ഞത്, 8,000 4,322 27,308. ആണ് ആൻസർ. ഇത് നേരത്തെ എന്തോ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നാണ്. എങ്ങനെ ചെയ്യേണ്ടത്, നമ്മൾ ആനുവിറ്റി ഫാക്ടർ വെച്ചിട്ട് എല്ലാ വർഷത്തെയും കാണണം. 8 വർഷത്തേക്കുള്ളതിൻ്റെ ആനുവിറ്റി ഫാക്ടർ കാണണം. ഇങ്ങനെ ചെയ്യുക, 1 / 1.08 ചെയ്യുമ്പോൾ
തൊട്ട് 30 വർഷത്തിൽ കിട്ടും. അങ്ങനെ ഈക്വൽ ടു അടിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ 8 പ്രാവശ്യത്തിൽ കൂട്ടി കഴിഞ്ഞാൽ ആനുവിറ്റി ഫാക്ടർ കിട്ടും. ആ ആനുവിറ്റി ഫാക്ടറായിട്ട് 4000 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫിഗറിൻ്റെ കൂടെ നമ്മൾ 8000 ഇൻറ്റു ലാസ്റ്റത്തെ വർഷത്തെ ആനുവിറ്റി ഫാക്ടർ 0.50 സംതിങ് വന്നത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 27,308 കിട്ടി. ആദ്യത്തെ ചെയ്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. വിച്ച് ഓഫ് ദീസ് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആർ ബേസ്ഡ് ഓൺ ക്യാഷ് ഫ്ലോസ്? ഏതാ ക്യാഷ് ഫ്ലോസ് വെച്ചിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. NPV ക്യാഷ് ഫ്ലോ വെച്ചിട്ടുള്ളതാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, പേ ബാക്ക് പീരീഡൊക്കെ ക്യാഷ് ഫ്ലോനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ പക്ക ക്യാഷ് ഫ്ലോൻ്റെ മാത്രം വരുന്നത് NPV ആണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിലാണെങ്കിലും പേ ബാക്ക് പീരീഡിലാണെങ്കിലും ക്യാഷ് ഫ്ലോനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എത്രത്തോളമാണ് ലാഭം എന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുള്ളൂ. നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആൻസർ ചെയ്യുന്നത് NPV ആണെങ്കിലും 3 വരും. ഓൾ ഓഫ് ദി ബോ കൊടുക്കും. നോക്കാൻ ലാസ്റ്റ് ഏതാണ്. വിച്ച് ഓഫ് ദീസ് മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആർ ബേസ്ഡ് ഓൺ ക്യാഷ് ഫ്ലോസ്? പിന്നെയുള്ളത് വിച്ച് ഓഫ് ദീസ് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് ട്രൂ ഫോർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? ഇറിവേഴ്സിബിൾ ഡിസിഷൻ കറക്റ്റാണ്. സങ്ക് കോസ്റ്റ് ഈസ് റെലവൻറ്റ് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്താ റെലവൻറ്റ് കോസ്റ്റ് ആണോ? അല്ല, അത് ഇറെലവൻറ്റ് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഓൾറെഡി ചിലവാക്കിയിട്ടുള്ള കാശ്, പണ്ട് ചിലവാക്കിയിട്ടുള്ള കാശ് ഇപ്പോഴും റെലവൻ്റ് ആണെന്ന് പറയുന്നതാണ് റെലവൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സങ്ക് കോസ്റ്റ് ഇപ്പോഴും എന്താ ഇറെലവൻ്റ് ആയിട്ടുള്ള കോസ്റ്റാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വീടിന് ഒരു റെൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിങ് പണിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ 2 ക്ലാസ് റൂം അതിൽ പണിഞ്ഞിട്ട് ക്ലാസ് എടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിക്കും. അതിൽ ക്ലാസ് ഞാൻ ഓൾറെഡി ബിൽഡിങ് പണിഞ്ഞപ്പോൾ 1 കോടി രൂപ ചിലവായിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ആകെ 10,000 രൂപ കിട്ടുള്ളൂ. ശരിക്കും ക്ലാസ് വേറൊരാൾക്ക് വേണമെങ്കിൽ എനിക്ക് ഒരു ക്ലാസ് എടുക്കുമ്പോൾ മാറ്റി കളഞ്ഞോ 2 പേരുണ്ടല്ലോ, രണ്ട് ക്ലാസ്സിൽ ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി എടുക്കുന്നുണ്ട്, ഒരു ക്ലാസ് വേക്കൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു 5 ലക്ഷം രൂപയാണ്. പക്ഷേ രണ്ടാമത്തെ ക്ലാസ് വെറുതെ വേക്കൻ്റ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഞാനൊരു ക്യാൻറ്റീൻകാർക്ക്, അതോടെ പിള്ളേർക്ക്, കുട്ടികൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാനുള്ള ഒരു ക്യാൻറ്റീന് വേണ്ടിയിട്ട് ഞാൻ സെറ്റപ്പ് ചെയ്യാണ്. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് റെൻറ്റിന് കൊടുക്കുകയാണ്. ആ റെൻറ്റിന് കൊടുക്കുമ്പോൾ എനിക്ക് ആകെ 20,000 കിട്ടുന്നുള്ളൂ. പക്ഷേ ഒരു 5 lakh പൊട്ടൻഷ്യലുള്ള സ്ഥലത്ത് 20,000 പൊട്ടൻഷ്യലുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ 1 കോടി രൂപ ചിലവാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാധാരണ എന്ത് ചെയ്യില്ല, അവർക്ക് കൊടുക്കില്ല. പക്ഷേ ആ 1 കോടി എന്ന് പറയുന്നത് സങ്ക് കോസ്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് ആ 1 കോടീൻ്റെ റെലവൻസ് ഇവിടെ ഇല്ല. നമ്മൾ ആ ക്ലാസ് അടഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റും ഇല്ല. പക്ഷേ അവർക്ക് നമ്മൾ റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ 10,000 രൂപ എക്സ്ട്രാ കിട്ടും എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ 10,000 രൂപ എക്സ്ട്രാ കിട്ടണം എന്നുള്ള ഡിസിഷൻ എടുക്കണം. അത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്? സങ്ക് കോസ്റ്റ് ആയിട്ടുള്ള ഓൾറെഡി ഇൻകർ ചെയ്തിട്ടുള്ള, ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുള്ള കാശ് ഇറലവൻ്റ് ആണെന്ന് പറയുന്നിടത്താണ് ഈ കാര്യം റെലവൻ്റ് ആവുന്നത്. അതുകൊണ്ടാണ് സങ്ക് കോസ്റ്റ് ഇറലവൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ സങ്ക് കോസ്റ്റ് റെലവൻ്റ് അല്ലാത്തതുകൊണ്ട് അതാണ് നോട്ട് ട്രൂ വരാം. ഇനി ബാക്കിയുള്ള ഓപ്ഷനുകളും കൂടി വായിച്ചോ. എഫക്റ്റ് ഫ്യൂച്ചർ സ്റ്റെബിലിറ്റി ഓഫ് ദ ഫേം കറക്റ്റാണ്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഫേമിനെ അത് ഒന്നുകിൽ നല്ല രീതിയിലോ പൊട്ട രീതിയിലോ ബാധിക്കും. നമ്മുടെ സ്റ്റെബിലിറ്റീനെ അത് എഫക്റ്റ് ചെയ്യും. ക്യാൻ റിലേറ്റ് ടു ബിസിനസ് എക്സ്പാൻഷൻ. നമ്മൾ വലിയ ഒരു മിഷനറിയിൽ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് എക്സ്പാൻഷനും അതിന് സാധ്യതകളുണ്ട്. അപ്പോൾ ഫോൾ സ്റ്റേറ്റ്മെൻറ്റ് സങ്ക് കോസ്റ്റ് ഈസ് റെലവൻറ്റ് കോസ്റ്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫോളോഡ് ഇൻ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? ഇതിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ ഉപയോഗിക്കാത്ത ടെക്നിക്കാണ് ചോദിക്കുന്നത്. ക്യാഷ് ഫ്ലോ പ്രിൻസിപ്പിൾ, എത്രത്തോളം ക്യാഷ് ഓരോ വർഷം കിട്ടുന്നത് ഉപയോഗിക്കുന്നതാണ്. ഇനി അക്രൂവൽ പ്രിൻസിപ്പിൾ, അത് അക്കൗണ്ട്സിൽ വരുന്നൊരു കാര്യമാണ്. അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല. അത് നമ്മൾ റിയൽ ക്യാഷ് ബേസിസിലാണ് കാണിക്കുന്നത്. മൊത്തം FM ഏതാണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. അല്ലാണ്ട് എത്ര എമൗണ്ട് അക്രൂ ചെയ്യണം എന്നുള്ള പോലെയല്ല. ഇൻട്രസ്റ്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നുള്ളത് കറക്റ്റ്. പോസ്റ്റ് ടാക്സ് പ്രിൻസിപ്പിൾ അതും കറക്റ്റാണ്. അക്രൂവൽ പ്രിൻസിപ്പിൾ മാത്രമാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നുള്ള പാഠത്തിൽ നമ്മൾ നോക്കാത്തത്. ഇനി വിത്ത് IRR ക്രൈറ്റീരിയ നോ ലിമിറ്റേഷൻ ഓൺ ഫണ്ട്സ് വൺ ക്യാൻ ആക്സെപ്റ്റ് പ്രൊജക്റ്റ് വിത്ത് ഹാവ് എന്താ IRR കൂടുതലുള്ളത് എന്താ ചെയ്യേണ്ടത്? IRR മോർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. IRR ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തെറ്റാണ്. IRR ബീയിങ് ഈക്വൽ ഓർ ബോറിങ് അതും തെറ്റാണ്. IRR കൂടുതൽ വേണം. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലാണെങ്കിലാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇനി ഡിപ്രിസിയേഷൻ ഇസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ബിക്കോസ് ഇറ്റ് റെഡ്യൂസസ് ടാക്സ് ലയബിലിറ്റി. അതെന്തായാലും ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നൊരു കാര്യമാണ്. ക്യാഷ് ഔട്ട് ഫ്ലോ അല്ല അത്. ക്യാഷ് പോകുന്നുണ്ടോ ഡിപ്രിസിയേഷൻ നടത്തുമ്പോൾ? ഇല്ല. ഡിപ്രിസിയേഷൻ നടത്തുമ്പോൾ നമുക്ക് ഒരിക്കലും ക്യാഷ് പുറത്തേക്ക് പോകുന്നില്ല. അത് തെറ്റാണ്. അൺഅവോയ്ഡബിൾ ആണെന്നുള്ളതൊക്കെ തെറ്റാണ്. ഡിപ്രിസിയേഷൻ അൺഅവോയ്ഡബിൾ ആണെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിലേക്ക് എടുക്കാത്തതിൻ്റെ കാരണം അതാണോ? അല്ല. ഈസ് എ ക്യാഷ് ഫ്ലോ എന്തുകൊണ്ടാണോ? അത് നിങ്ങൾ വിട്ടോ. റെഡ്യൂസസ് ടാക്സ് ലയബിലിറ്റിയാണ് കറക്റ്റ് ആൻസർ.
ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ഫോർ എ പ്രൊജക്ട് ഷാൽ ബി ഡാഷ് ദ പേ ബാക്ക് പീരീഡ് ഓഫ് ദ സെയിം പ്രൊജക്ട്. അതായത് ഒരു ചോദിക്കുന്നത് എന്താ, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് കൂടുതലായിരിക്കും കുറവായിരിക്കും സാധാരണ പേ ബാക്ക് പീരീഡിനേക്കാളെന്നാണ് ചോദിക്കുന്നത്. അത് എപ്പോഴും കൂടുതലായിരിക്കും. കാരണം ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ കാശിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് 5 വർഷമാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ടഡ് പേ ബാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനേക്കാളും കൂടുതൽ സമയം എടുത്തിട്ടില്ല തിരിച്ചു വരുള്ളൂ. കാരണം ഓരോ വർഷം നമുക്ക് വരുന്ന ഇൻഫ്ലോ 10,000 വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ 10,000 പകരം ഓരോരോ വർഷത്തെ മറ്റേ ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറവ് കാശേ കിട്ടുള്ളൂ. കുറവ് കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 1 ലക്ഷമായിട്ട് മുട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ പീരീഡ് എടുക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പേ ബാക്ക് പീരീഡിനേക്കാളും എന്തായിരിക്കും കൂടുതലായിരിക്കും പീരീഡ്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ? ഇൻവെന്ററി കൺട്രോൾ, ബിസിനസ് എക്സ്പാൻഷൻ, അക്വിസിഷൻ ഓഫ് ലോങ് ടേം അസറ്റ്, റീപ്ലേസ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ്. ഇൻവെന്ററി കൺട്രോൾ എന്താ, ഷോർട്ട് ടേം ആണ്, അത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിൽ വരുന്നതല്ല. ബാക്കി 3 ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ വരുന്നതാണ്. ഇനി ബെസ്റ്റ് മെത്തേഡ്സ് ടു ഇവാലുവേറ്റ് പ്രൊജക്ട്സ് വിത്ത് അൺഈക്വൽ ലൈഫ്സ് ക്യാൻ ബി. എന്താ, എറർ പേ ബാക്ക് പീരീഡ് അൺഈക്വൽ അല്ല, അതിൽ ഈക്വൽ ആണെങ്കിലാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. NPV ഓർ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. അതായത് 2 പ്രൊജക്റ്റ് ഉണ്ട്. ഒരു പ്രൊജക്റ്റ് 5 വർഷം, ഒരു പ്രൊജക്റ്റ് 8 വർഷം ആണെങ്കിൽ അതിനെ നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കമ്പയർ ചെയ്യാൻ എന്ത് വഴിയേ പറ്റുള്ളൂ? റീപ്ലേസ്മെൻറ്റ് ചെയിൻ ഓർ ഇക്വാലൻ്റ് ആനുവലൈസ്ഡ് ക്രൈറ്റീരിയ എന്നുള്ള വഴി വെച്ചിട്ട് പറ്റുള്ളൂ. കാരണം ഇക്വാലൻ്റ് ആനുവലൈസ്ഡ് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോരോ ഈ വർഷങ്ങൾ രണ്ടും ഒരു വർഷത്തിലായിരുന്നെങ്കിൽ എന്താവും എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇക്വലൈസ്ഡ് അതിന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇക്വാലൻ്റ് ആനുവലൈസ്ഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതാണ് ആൻസർ. ഈ 17, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ബിലോ റീസൺസ് എക്സെപ്റ്റ് ദേ ആർ ഇറിവേഴ്സിബിൾ, ഇൻവോൾവ് സബ്സ്റ്റാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ദേ ആർ ഫോർ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അത് തെറ്റാണ്. അത് ലോങ് പീരീഡിന് വേണ്ടിയിട്ടുണ്ട്. ദേ ആർ കോംപ്ലക്സ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക്. അതൊക്കെ കറക്റ്റാണ്. അടുത്തത്, പ്രൊജക്ട്സ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇഗ്നോറിംഗ് ഇൻകം ടാക്സ് കൺസിഡറേഷൻ ഈസ് നോർമലി അഫക്റ്റഡ് ബൈ എന്താ, proceeds from the sale of the asset to be replaced, carrying amount of asset to be replaced by the project, amount of annual depreciation on the asset to be replaced, amount of annual depreciation on the fixed assets used directly on the project. Ignoring NPV എന്തായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് ചോദ്യം. അത് ആദ്യത്തെ ഇതെല്ലാം ക്യാരിങ് എമൗണ്ട് വരില്ല, അതിനെന്തായിട്ട് ബന്ധമൊന്നുമില്ല. ആനുവൽ ഡിപ്രീസിയേഷൻ ഓൺ ദ അസറ്റ് ടു ബി റീപ്ലേസ് ചെയ്യാൻ പോണ അസറ്റിൻ്റെ ആനുവൽ ഡിപ്രീസിയേഷൻ വരില്ല. എമൗണ്ട് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സ്ഡ് അസറ്റ്സ് യൂസ്ഡ് ഡയറക്ട്ലി ഓൺ ദ പ്രൊജക്റ്റ്. അത് എന്തായാലും NPVയിൽ ബാധിക്കണ കാര്യമാണ്. പക്ഷെ ഒന്നാമത്തെ ആൻസറും ബാധിക്കുന്ന കാര്യം തന്നെയാണ്. സെയിൽ ഓഫ് അസറ്റ് അല്ല, പക്ഷെ റീപ്ലേസ് ചെയ്യാവുന്ന ഒരു അസറ്റിൻ്റെ അല്ലേ. നമ്മൾ ഒറ്റ പ്രൊജക്റ്റിൻ്റെ NPV ആണ് കാണുന്നുള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയിൽ വരണുള്ളൂ. അപ്പോൾ അതിലത് ജനറലി കൺസിഡർ ചെയ്യില്ല. പക്ഷേ റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണെങ്കിൽ അത് കൺസിഡർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് അതൊരു ആംബിഗ്യൂറ്റി വന്നത്. പക്ഷേ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ D തന്നെയാണ്. ഇനി, ദ റീഇൻവെസ്റ്റ്മെൻറ്റ് അസംഷൻ അണ്ടർ NPV മെത്തേഡ് അസ്യൂംസ് ദാറ്റ് ക്യാഷ് ഫ്ലോസ് ആർ റീഇൻവെസ്റ്റഡ് അറ്റ് എന്തിലാണ്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഡിസ്കൗണ്ട് റേറ്റ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് NPV, ബാങ്ക് ബോറോയിങ് റേറ്റ്. ഏതിലാണ്? ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിലല്ലേ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റ് NPV. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ്. റീഇൻവെസ്റ്റ്മെൻറ്റ് NPV മെത്തേഡിലുള്ളതാണ് ചോദ്യം. അപ്പോൾ NPVയിലുള്ള ഇതിൽ തന്നെയായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ ഞെങ്ങിപ്പോയില്ല, സോറി. ഇപ്പം 20 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണമായിരുന്നു, പക്ഷേ 18 മാർക്ക്. ഏതൊരു ചോദ്യം തെറ്റിയെന്ന് പറയുന്നുണ്ട്. അതായത് നോക്കാം, തെറ്റിയിട്ട് പോകാൻ സാധ്യത കുറവാണ്. പറഞ്ഞ സ്ഥിതിക്ക് തെറ്റിയിട്ടുണ്ടാവേണ്ടതാണ്. നോക്കാം. NPVയുടെ കാര്യം തന്നെയാണ് തെറ്റിയേക്കണല്ലേ. എമൗണ്ട് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സ്ഡ് അസറ്റ്സ്. അതിൻ്റെ റീസൺ പറയുന്നുണ്ട്, ക്യാഷ് ഫ്ലോസ് ഫ്രം സെയിൽ ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ് വിൽ ബി കൺസിഡേർഡ് ഇൻ calculating NPV, whereas the carrying value and depreciation of existing and annual depreciation of assets used in the project shall not impact NPV. Only റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഞാനത് വരും എന്ന് പറഞ്ഞില്ലേ, അത് ഇവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെന്തുകൊണ്ട് 4ാമത്തെ ഓപ്ഷൻ എടുത്തില്ല? ക്യാരിങ് വാല്യൂ ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ്. യൂസ്ഡ് ഡയറക്റ്റ്ലി ആണ് പ്രൊജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂ അസറ്റിനെ അല്ല, ഒരു ഓൾഡ് അസറ്റിന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആൻസർ 1 തന്നെയായിരിക്കും. ഇനി നമുക്ക് ചെയ്യാതെ പോയി ഉത്തരം നോക്കാം. യൂസിങ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്ക്, എ പ്രൊജക്റ്റ് ഈസ് ആക്സെപ്റ്റഡ് വെൻ NPV വാല്യൂ ഈസ് പോസിറ്റീവ്. കറക്റ്റാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1 വാല്യൂ ആണെങ്കിലും കറക്റ്റാണ്.
IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് മേലെയാണെങ്കിൽ കറക്റ്റാണ്. അപ്പോൾ ഇനി ഓഫ് ദി എബോവ് ആണ് ആൻസർ. ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് നൈറ്റ്.